PCWF എവർഗ്രീൻ നാലാമത് പൊൻകതിർ പുരസ്കാര ജേതാവായി പോത്തന്നൂർ സ്വദേശിനി മുനീറ കൊരണപ്പറ്റയെ തെരഞ്ഞെടുത്തു. കർഷക ദിനത്തിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ സമിതി നൽകിവരുന്ന പൊൻകതിർ പുരസ്കാരത്തിന് കാലടി പഞ്ചായത്ത് പോത്തന്നൂർ സ്വദേശിനി 17-ാം വാർഡിലെ മുനീറ കൊരണപ്പറ്റയെ തെരഞ്ഞെടുത്തു. 2017 അലങ്കാര മത്സ്യകൃഷിയിലൂടെയാണ് കാർഷിക രംഗത്തേക്ക് കടന്നുവന്നത്. വ്യത്യസ്തവും അപൂർവവുമായ അലങ്കാര സസ്യങ്ങളും ജലസസ്യങ്ങളെയും പരിപാലിക്കുകയും കൃഷി നടത്തുകയും വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ഇനത്തിലുള്ള താമരയും മാമ്പലുമാണ് കൃഷി ചെയ്യുന്നത്. നിലവിൽ 160-ലധികം താമരയും മാമ്പലും ശേഖരത്തിലുണ്ട്. ഓരോ ഇനത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയെ പരിപാലിക്കുകയും പുതിയ ഇനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ചെറിയ ചായക്കപ്പിൽ പോലും നട്ടുവളർത്താൻ കഴിയുന്ന മൈക്രോബോൾ വിഭാഗത്തിലുള്ള താമര ഇനങ്ങളായ ലിയാങ്ലി, ഗ്രീൻ റെയിൻ, അഫെക്ഷൻ 16 തുടങ്ങിയവയുമുണ്ട്. PCWF എവർഗ്രീൻ സമിതിക്ക് ലഭിച്ച എൻട്രികൾ 3-അംഗ ജൂറി അന്വേഷണം നടത്തിയാണ് താലൂക്കിലെ മികച്ച കർഷകയായി മുനീറയെ പ്രഖ്യാപിച്ചത്. ചേകന്നൂർ ചെറോല മുഹമ്മദ് കുട്ടി റസീന ദമ്പതികളുടെ മകളാണ്. നരിപ്പറമ്പ് മിഡിൽ ഈസ്റ്റ് ട്രാവൽസ് ഉടമ ജാഫർ കൊരണപ്പറ്റയാണ് ഭർത്താവ്. 10-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജസൽ, 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ ജസ്ലിൻ, 5-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജസാം എന്നിവർ മക്കളാണ്. ഓഗസ്റ്റ് 17-ന് കടലകം സോപാനം പഞ്ചവാദ്യം സ്കൂൾ ഹാളിൽ നടക്കുന്ന കർഷക ദിന ചടങ്ങിൽ വെച്ച് 5001 രൂപ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും. അലങ്കാര മത്സ്യങ്ങളിൽ നിന്നാണ് എൻ്റെ തുടക്കം. അത് കുറേ വെറൈറ്റികൾ 10-45 വെറൈറ്റിയോളം അലങ്കാര മത്സ്യങ്ങളും ഗപ്പികളും അതേപോലെ തന്നെ ഫൈറ്റർ, ഏഞ്ചൽ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിൽ കൂടി അക്വാട്ടിക് പ്ലാന്റ്സുകൾ ചെയ്ത് അതിൽ വഴിയാണ് നമ്മൾ ഇതേപോലെ ഹൈബ്രിഡ് താമര കുറിച്ചിട്ടും അറിയാൻ കഴിഞ്ഞതും അത് വളർത്താൻ തുടങ്ങിയതും. അതൊരു തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചായിട്ട് മേടിച്ച് ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 160-ൽ കൂടുതൽ വെറൈറ്റി ആമ്പലും താമരകളും കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയണത് എനിക്ക് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ PCWFൻ്റെ പൊൻകതിർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. ഞാനും എൻ്റെ ഫാമിലിയും എന്തായാലും കഷ്ടപ്പാടിന് അർഹതമായ ഒരു അംഗീകാരം കിട്ടിയത് വളരെ സന്തോഷം.